ക്ലാസ്സിൽ എക്സസൈസ് 11.1 സെവൻത്ത് ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കാം. സപ്പോസ് 2 kilogram ഓഫ് ഷുഗർ കണ്ടെയ്ൻസ് 9 into 10⁻⁶ crystals. How many sugar crystals are there in? First question 5 kilogram of sugar. Second question എന്താ 1.2 kilogram of sugar. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 2 kilogram ഷുഗറിൽ 9 into 10⁻⁶ ക്രിസ്റ്റൽസ് ഉണ്ട്. അതായത് ഷുഗറിൻ്റെ തരികൾ അല്ലെ, പഞ്ചസാര തരികൾ. അപ്പോൾ 2 kilogram ഷുഗറിൽ 9 into 10⁻⁶ ക്രിസ്റ്റൽസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 5 kilogram ഓഫ് ഷുഗറിൽ എത്ര ക്രിസ്റ്റൽസ് ഉണ്ടാവും അല്ലേ, എത്ര പഞ്ചസാര തരികൾ ഉണ്ടാവും? അതുപോലെ തന്നെ 1.2 kilogram ഓഫ് ഷുഗർ, അതിലും ഇതുപോലെ എത്ര ഷുഗറിൻ്റെ ക്രിസ്റ്റൽസ് ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിത് ടേബിൾ വരച്ച് ചെയ്യാം. ഇതുപോലെ ടേബിൾ വരച്ചിട്ട് ഫസ്റ്റ് റോയിൽ വെയിറ്റ് ഓഫ് ഷുഗർ, സെക്കൻഡ് നമ്പർ ഓഫ് ഷുഗർ ക്രിസ്റ്റൽസ് എഴുതും. ഇനി വെയിറ്റ് ഓഫ് ഷുഗർ എത്രയാണ് തന്നിരിക്കുന്നത്? 2 കിലോഗ്രാമിൽ എത്ര ക്രിസ്റ്റൽസ് ആണുള്ളത്? 9 into 10⁻⁶. ഇവിടെ നമ്പർ ഓഫ് ക്രിസ്റ്റൽസിന് ഇവിടെ എഴുതാം 9 into 10⁻⁶. അടുത്ത് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 5 kilogram ഓഫ് ഷുഗർ. അപ്പോൾ 5 കിലോയിൽ എത്ര ഷുഗർ ക്രിസ്റ്റൽസ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ വെയിറ്റ് ഓഫ് ഷുഗർ 2 കിലോ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അല്ലേ, 2 കിലോ ആയിരുന്നു. ആ 2 കിലോ എത്ര കിലോയി മാറി? 5 കിലോ ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ നമ്പർ ഓഫ് ക്രിസ്റ്റൽസ് 2 കിലോ ആയിരുന്നപ്പോൾ 9 into 10⁻⁶ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ വെയിറ്റ് കൂടുമ്പോൾ, ഷുഗറിൻ്റെ വെയിറ്റ് കൂടുമ്പോൾ എന്തായാലും നമ്പർ ഓഫ് ക്രിസ്റ്റൽസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും അല്ലേ. വെയിറ്റ് ഓഫ് ഷുഗർ 2ൽ നിന്നും 5ലോട്ട് ഇൻക്രീസ് ചെയ്തപ്പോൾ നമ്മുടെ ഷുഗർ ക്രിസ്റ്റൽസ് എന്തായാലും 9 into 10⁻⁶ നിന്നും ഇൻക്രീസ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ത് പ്രൊപ്പോർഷനാണെന്ന് പറയാം? ഡയറക്റ്റ് പ്രൊപ്പോർഷനിലാണ്. ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിലേഷൻ എങ്ങനെ എഴുതാം? x1 by y1 is equal to x2 by y2 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇത് ഡയറക്റ്റ് പ്രൊപ്പോർഷനാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്കിതിൽ x1 ആയിട്ട് ഇത് നമുക്ക് x1 ആയിട്ടും പറയാം. ഇതിനെ x1 നെക്സ്റ്റ് x2. അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് y1 ഈ വാല്യൂ y2 അല്ലേ. അപ്പോൾ നമുക്ക് ഈ x1 by y1 ഇതിലേക്ക് നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. x1 എന്ന് പറയുമ്പോൾ 2 ആണ്. 2 by y1 എത്രയാണ് അവിടെ? 9 into 10⁻⁶. അപ്പോൾ y1ൻ്റെ സ്ഥാനത്ത് 9 into 10⁻⁶ ഈസ് ഈക്വൽ ടു x2 എന്ന് പറയുമ്പോൾ 5 ആണ്. അപ്പോൾ 5 ഡിവൈഡ് ബൈ y2 എന്ന് വെച്ചാൽ നമുക്ക് വാല്യൂ അറിയില്ല, അപ്പോൾ y2 എന്ന് തന്നെ എഴുതാം. ഇനി ഇതെങ്ങനെ ചെയ്യണം? ഇതിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into y2 വരും. 2 into y2 എന്ന് പറയുമ്പോൾ 2y2. ഈ 2ഉം ഈ y2 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 2 into y2 ഈസ് ഈക്വൽ ടു, ഇനി എന്ത് ചെയ്യണം? ഈ 5ഉം 9 into 10⁻⁶ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 5 into 9 into 10⁻⁶ ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് y2 ആണ്. അപ്പോൾ നമുക്ക് y2ലോട്ട് എഴുതാം. ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നുണ്ട് y2 ഈസ് ഈക്വൽ ടു, ഈ y2നോട് നിർത്തിയിട്ട് ഇത് എത്രയാണ്? 5 into 9 into 10⁻⁶. അപ്പോൾ ഇവിടെ 5 into 9 എത്രയാണ്? 45. അപ്പോൾ നമുക്കിവിടെ 45 എന്ന് എഴുതാമല്ലോ. 45 into 10⁻⁶. അപ്പോൾ ഇവിടെയുള്ള വാല്യൂ 5 into 9 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 95 എന്ന് എഴുതി, ഇൻറ്റു 10⁻⁶ എന്ന് എഴുതി. ഇനി ഇവിടെ എന്തുണ്ട്? ഇവിടെ 2 ഉണ്ടായിരുന്നു. 2 into y2 ആയിരുന്നു. അപ്പോൾ ഈ 2വിനെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക്, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ എന്താവും? ഈ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു. അപ്പോൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഡിവിഷനായി മാറും. നമുക്ക് ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. ഇനി 45 into 10⁻⁶ ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടി. ഇനി ഈ 45 നമുക്ക് ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 45 എത്ര കൊണ്ട്? 2 കൊണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് ഡിജിറ്റ് 4 ആണ്. അപ്പോൾ 4ൽ 2 എത്ര പ്രാവശ്യം പോവും? 2 2s are 4 എഴുതി. 4 4 മൈനസ് 0, 5 താഴേക്ക് ഇറക്കി എഴുതി. ഇനി 5ൽ 2 ടൈംസ്, 2s are 4. അപ്പോൾ 5ൽ നിന്ന് 4 മൈനസ് ചെയ്ത് എത്ര വരും? 1. 1ൽ 2 പോവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഡെസിമൽ ഇട്ട് കൊടുക്കും. ഒരു ഡെസിമൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് എഴുതാം? 0. അപ്പോൾ ഇവിടെ എന്തായി മാറി? 10.
അപ്പോൾ നമുക്ക് 1ൽ 2 പോകാത്തതുകൊണ്ടാണ് നമ്മളിവിടെ ഡെസിമൽ ഇട്ടത്. ഡെസിമൽ ഇടുമ്പോൾ നമുക്കിവിടെ ഒരു 0 ഇടാം. അപ്പോൾ എന്തായി 10 ആയി. 10ൽ 2 എത്ര ടൈംസ്? 5 ടൈംസ്. 5 2s are 10. അപ്പോൾ 10ൽ നിന്ന് 10 മൈനസ് ചെയ്താൽ 0. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? 22.5. അപ്പോൾ 45നെ ഈ 45നെ 2 വെച്ച് ചെയ്തപ്പോഴാണ് നമുക്ക് 22.5 കിട്ടിയത്. അപ്പോൾ 22.5. ഇനി ബാക്കി എന്തുണ്ട്? ഇവിടെ 10⁻⁶ ഉണ്ട്. അപ്പോൾ ഇൻറ്റു 10⁻⁶. അപ്പോൾ നമുക്ക് അത്രയും വാല്യൂസ് കിട്ടി. ഇനി നമുക്ക് y2 കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ y2 ഈക്വൽ ടു എന്താ കിട്ടി? y2 ഈക്വൽ ടു 22.5 ഇൻറ്റു 10⁻⁶. ഇനി നമുക്ക് ഈ 22.5 എന്നുള്ളതിനെ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലേക്കാക്കി മാറ്റാം. തൊട്ട് മുമ്പത്തെ ചാപ്റ്റർ എക്സ്പോണൻ്റ് ആൻഡ് പവേഴ്സിൽ നമ്മൾ പഠിച്ചിരുന്നതാണ് സ്റ്റാൻഡേർഡ് ഫോമിലാക്കി മാറ്റുന്നതൊക്കെ അല്ലേ. 22.5 നമുക്ക് എന്താക്കണം? സ്റ്റാൻഡേർഡ് ഫോമിലാക്കി മാറ്റാം. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിലാക്കുമ്പോൾ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? സംഖ്യയുടെ ഫസ്റ്റ് നമ്പർ ഏതാണോ ആ നമ്പർ കഴിഞ്ഞിട്ട് ആ ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഡെസിമൽ ഇടുക. അപ്പോൾ ഈ 22.5 എന്നുള്ളതിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് ഏതാ? 2 കഴിഞ്ഞിട്ട് എന്തിടണം? ഡെസിമൽ. അതായത് ഈ 2 കഴിഞ്ഞിട്ടൊരു ഡെസിമൽ ഇട്ട് കൊടുത്തു. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. 2 കഴിഞ്ഞിട്ട് ഡെസിമൽ ഇട്ടു. അതിനുശേഷം ഫസ്റ്റ് ഡിജിറ്റ് കഴിഞ്ഞ് ഡെസിമൽ ഇടുക. അതിനുശേഷം വരുന്ന എല്ലാ ഡിജിറ്റും എടുത്ത് എഴുതുക. അപ്പോൾ അതിനുശേഷം വരുന്ന ഡിജിറ്റ് 2ഉം 5ഉം ആണ്. ആ 2ഉം 5ഉം എടുത്ത് എഴുതി. ഓക്കെ. ഇനി ഇൻറ്റു 10⁻², അതായത് 10ൻ്റെ പവറിലേക്കാക്കി മാറ്റണം അടുത്തത്. അപ്പോൾ എന്താ ചെയ്താൽ ഫസ്റ്റ് ഡിജിറ്റ് കഴിഞ്ഞ് ഒരു ഡെസിമൽ ഇട്ടു. അതിനുശേഷമുള്ള സംഖ്യകളെടുത്ത് എഴുതി. അപ്പോൾ 2.25 എന്ന് കിട്ടി. ഇനി ബാക്കിയുള്ളത് 10ൻ്റെ പവറിലോട്ടാക്കി മാറ്റണം. അത് നമ്മൾ ഇൻറ്റു 10 ഇട്ടു. ഇനി അടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10ൻ്റെ പവർ കിട്ടാനായിട്ട് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന ഡെസിമൽ ഇതായിരുന്നു അല്ലേ, 22.5 എന്നുള്ളായിരുന്നു. നമ്മൾ പുതിയതായിട്ട് ഇട്ടത് ഇവിടെയാണ്. അപ്പോൾ എത്ര സ്ഥാനം ഏത് സൈഡിലോട്ടാണ് നമ്മൾ ഡെസിമൽ ഇട്ടത്? പുതിയ ഡെസിമൽ വന്നത് ലെഫ്റ്റ് സൈഡിലോട്ട് മാറിയാണ്. പഴയതുണ്ടായിരുന്നത് ഇവിടെയായിരുന്നു ഡെസിമൽ ഉണ്ടായിരുന്നത്. നമ്മളിട്ട പുതിയതായിട്ട് ഇട്ടത് ഈ സൈഡിലാണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് മാറിയിട്ടാണ് ഇട്ടത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റിയാണ് നമ്മൾ പുതിയ ഡെസിമൽ ഇടുന്നതെന്നുണ്ടെങ്കിൽ അത് പവർ എന്തായിരിക്കും? എക്സ്പോണൻ്റ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഒരു പോസിറ്റീവ് എക്സ്പോണൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ 10ൻ്റെ പവർ പോസിറ്റീവാണ്. ഇനി എത്ര ഡിജിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു പുതിയ ഒരു ഡെസിമൽ ഇട്ടത്? ഇവിടെ ഒരു ഡെസിമൽ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു സ്ഥാനം കഴിഞ്ഞിട്ടാണ് നമ്മൾ പുതിയ ഡെസിമൽ ഇട്ടത് അല്ലേ. ഒരു 2 എന്നുള്ള ഡിജിറ്റാണ് അതിൻ്റെ ഇടയിൽ വന്നേക്കണം അല്ലേ. ഇവിടെ നിന്ന് ഒരു ഡെസിമൽ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഒരു സ്ഥാനം കഴിഞ്ഞാണ് ഡെസിമൽ ഇട്ടത്. അത് ഒരു ഡിജിറ്റ് മാറിയിട്ടാണ് ഡെസിമൽ ഇട്ടത്. അപ്പോൾ 10ൻ്റെ പവർ എന്തായി മാറും? 10⁻1. ഒന്ന് ഓടിച്ച് പറഞ്ഞുതരാം ഒന്നും കൂടി. 22.5 എന്നായിരുന്നു. ഇതിന് സ്റ്റാൻഡേർഡ് ഫോമിലാക്കാൻ ഫസ്റ്റ് ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഡെസിമൽ ഇടുക. ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 2 ആണ്. 2ക്ക് ശേഷം ഒരു ഡെസിമൽ ഇട്ടു. അതാണ് നമ്മളിവിടെ ആദ്യം എഴുതിയത്. 2 എഴുതി. അതിനുശേഷം വരുന്ന 25 എടുത്ത് എഴുതി. ഇപ്പോൾ 2.25 എന്നായി. ഇനി 10ൻ്റെ പവറിലോട്ട് മാറ്റണം. ഇൻറ്റു 10⁻² എഴുതി. ഇനി നമ്മൾ പുതിയ ഡെസിമൽ ഇട്ടത് പഴയ ഡെസിമലിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് മാറിയിട്ടാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ടാകുമ്പോൾ ഇവിടെ എക്സ്പോണൻ്റ് പവർ പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ പോസിറ്റീവാണെന്ന് മനസ്സിലായി. ഇനി എത്ര ഡിജിറ്റ് മാറിയിട്ടാണ് നമ്മൾ പുതിയ ഡെസിമൽ ഇട്ടേന്ന് നോക്കാം. അപ്പോൾ ഒരു സ്ഥാനം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് 10⁻1 വന്നു. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? 22.5 നമുക്ക് 2.25 ഇൻറ്റു 10⁻1 എഴുതാം. ഇനി ബാലൻസ് എന്തുണ്ട്? ഇവിടെ 10⁻6 ഉണ്ട്. അത് അതുപോലെ തന്നെ എടുത്തെഴുതണം. 10⁻6. ഇപ്പോൾ y2 ആണ് ഈ കണ്ടുപിടിക്കുന്നത് നമ്മൾ അല്ലേ. y2 = 2.25 ഇൻറ്റു 10⁻1 ഇൻറ്റു 10⁻6 ആയി. ഇനി നമുക്കറിയാം ഇവിടെ 10⁻1 ഉണ്ട് അല്ലേ, പിന്നെ 10⁻6 ഉണ്ട്. ഇത് നമ്മൾ ആ എക്സ്പോണൻറ്റിൻ്റെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. a⁻m ഇൻറ്റു a⁻n ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സെയിം ബേസ് ആണെന്നുണ്ടെങ്കിൽ ബേസ് എഴുതിയിട്ട് പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ a⁻m പ്ലസ് n വരും. അതുപോലെ തന്നെ ഇവിടെ ബേസ് സെയിം അല്ലേ, 10. അപ്പോൾ പവർ വ്യത്യസ്തമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് എഴുതണം. അപ്പോൾ നമുക്ക് എഴുതാം 2.25 ഇൻറ്റു 10⁻². പവർ ഏതൊക്കെയാണ്? ഇവിടെ 1 ആയിരുന്നു, ഇവിടെ 6 ആണ്. അപ്പോൾ 1 + 6 7. ഇപ്പോൾ 2.25 ഇൻറ്റു 10⁻7 നീട്ടി ആൻസർ. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഷുഗർ ക്രിസ്റ്റൽസ് 5 കിലോഗ്രാം ആകുമ്പോൾ ആൻസർ എത്ര വരും? 5 കിലോഗ്രാം ഓഫ് ഷുഗറിൽ എത്ര ക്രിസ്റ്റൽസ് ഉണ്ട്? 2.25 ഇൻറ്റു
10 raised to 7. So നമുക്കെടുത്ത് എഴുതാം. Therefore 5 kilogram of sugar contains 2.25 into 10 raised to 7 sugar crystals. ഓക്കെ, ഇത് നമുക്ക് അടുത്ത് കണ്ടുപിടിക്കേണ്ടത് 1.2 കിലോഗ്രാം ഓഫ് ഷുഗറിൽ എത്ര ഷുഗർ ക്രിസ്റ്റൽസ് ഉണ്ടെന്നാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ടേബിൾ വരച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ വെയിറ്റ് ഓഫ് ഷുഗർ 2 കിലോഗ്രാം, നമ്പർ ഓഫ് ക്രിസ്റ്റൽസ് 9 into 10 raised to 6 എന്ന് തന്നിരിക്കുന്ന വാല്യൂ. കണ്ടുപിടിക്കേണ്ടത് 1.2 കിലോഗ്രാം ആണ്. അപ്പോൾ 1.2 എഴുതി. 1.2. ഇനി ഷുഗർ ക്രിസ്റ്റൽസ് ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഇവിടെയും ഇതിന് x1, ഇതിനെ x2 ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതെന്ത് വരും? ഇത് y1, ഈ വാല്യൂ y2. ഇവിടെയും വെയിറ്റ് ഓഫ് ഷുഗർ 2 ആയിരുന്നു ആദ്യം. ആ വെയിറ്റ് ഓഫ് ഷുഗർ 2ൽ നിന്നും 1.2ലേക്ക് കുറഞ്ഞു അല്ലേ. 2 ആയിരുന്നത് 1.2ലേക്ക് കുറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്പർ ഓഫ് ഷുഗർ ക്രിസ്റ്റൽസും തന്നിരിക്കുന്ന ഈ 9 into 10 raised to 6 നിന്ന് എന്ത് ചെയ്യും? കുറയും അല്ല. വെയിറ്റ് കുറയുമ്പോൾ അതിനനുസരിച്ച് ഷുഗർ ക്രിസ്റ്റലിൻ്റെ എണ്ണവും കുറയും. അപ്പോൾ ഇതെന്ത് പ്രൊപ്പോർഷനാണെന്ന് പറയാം? ഡയറക്റ്റ് പ്രൊപ്പോർഷനാണ്. അപ്പോൾ ഡയറക്റ്റ് പ്രൊപ്പോർഷനാണെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനുള്ള റിലേഷൻ എന്തായിരുന്നു? x1/y1 ഈസ് ഈക്വൽ ടു x2/y2. അതിൻ്റെ റേഷ്യോസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, സെയിം ആയിരിക്കും അല്ലേ എല്ലാത്തിൻ്റെയും. അപ്പോൾ നമുക്ക് അതുപോലെ കണ്ടുപിടിക്കാം. അപ്പോൾ x1 എന്ന് പറയുമ്പോൾ ഇവിടെ 2 ആണ്. 2/y1 എത്രയാണ്? 9 into 10 raised to 6 ഈസ് ഈക്വൽ ടു x2 എന്ന് പറയുമ്പോൾ 1.2/y2. y2ൻ്റെ വാല്യൂ നമുക്ക് അറിയില്ല. ഇനി ഇതെന്ത് ചെയ്യണം? കണ്ടുപിടിക്കാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. ഇവർ തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 into y2 വരും. 2 into y2 എന്ന് പറയുമ്പോൾ 2y2 ഈസ് ഈക്വൽ ടു അടുത്തെന്താ? 1.2 into 9 into 10 raised to 6 എന്ന് കിട്ടി. ഇനി നമുക്ക് y2ൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ y2നോട് നിർത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ 1.2ഉം 9ഉം തമ്മിൽ ആദ്യം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 1.2ഉം 9ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡെസിമൽ ഇല്ലാണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ല നിങ്ങൾക്ക് പാടായിരിക്കും. അപ്പോൾ ഡെസിമൽ ഇല്ലാതെ 12, 1.2 എന്നുള്ളത് 12 എന്ന് എഴുതാം. 12 into 9 എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 9 2s are 18, ബാലൻസ് 1, 9 9 plus 1 10. അപ്പോൾ 108 എന്ന് കിട്ടി. ഇനി നമുക്ക് ഡെസിമൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 1.2 അല്ലേ. അപ്പോൾ എത്ര സംഖ്യ കഴിഞ്ഞിട്ടായിരുന്നു ഡെസിമൽ വന്നത്? ഇവിടെ നിന്ന് ഒരു പ്ലേസ് കഴിഞ്ഞിട്ട് അല്ലേ. ഈ 2 എന്നുള്ള ഒരു പ്ലേസ് കഴിഞ്ഞിട്ട് നമ്മൾ ഡെസിമൽ ഇട്ടത്. അപ്പോൾ നമ്മുടെ ആൻസറിലും ഒരു പ്ലേസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? ഡെസിമൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് റെഡി ചെയ്തതിന്? 10.8. അപ്പോൾ 1.2 into 9 എന്ന് പറയുമ്പോൾ ആൻസർ എത്രയാണ്? 10.8. ഇതുപോലെ ഡെസിമൽ സംഖ്യ വരുമ്പോൾ ഡെസിമൽ ഇല്ലാണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എത്ര പ്ലേസ് മാറ്റിയാണോ ഡെസിമൽ ഉള്ളത് അത് നമ്മുടെ ആൻസറിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ 10.8 നീട്ടി ഇൻറ്റു 10 raised to 6 കഴിഞ്ഞില്ല. ഇവിടെ എന്തായിരുന്നു? 2 into y2 ആയിരുന്നു അല്ലേ. അപ്പോൾ ഈ 2നെ നമുക്ക് താഴത്തേക്ക് മാറ്റണം. കാരണം ഇവിടെ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ എന്നുള്ളത് ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താവും? ഡിവിഷനായി മാറും. അപ്പോൾ അതുകൊണ്ട് 2 താഴെ വരും. ഇത് നമുക്ക് എന്ത് ചെയ്യാം? 10.8 ഉണ്ട്, ഇവിടെ താഴെ 2 ഉണ്ട്. ഇതിന് തമ്മിൽ ഡിവൈഡ് ചെയ്ത് പോകുമല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെയും ഇതുപോലെ തന്നെ 10.8 എന്നല്ലാണ്ട് 108 എന്നിട്ടിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതല്ലേ എളുപ്പം. ഇനി 10ൽ 2 എത്ര ടൈംസ് പോകും? 5. 5 2s are 10. ഇനി അടുത്ത ഡിജിറ്റ് 8 ആണ്. 8ന് ഇടയ്ക്ക് എഴുതി. 8ൽ 2 4 times. 4 2s are 8. അപ്പോൾ ആൻസർ 54 എന്ന് കിട്ടി. അപ്പോൾ 54 അല്ല ആൻസർ. 54 എന്ന് എഴുതിയിട്ട് എത്ര സ്ഥാനം കഴിഞ്ഞിട്ടാണ് ഒരു ഡെസിമൽ ഇട്ടേക്കണത്? 1 പ്ലേസ് കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്കിവിടെ 1 പ്ലേസ് കഴിഞ്ഞിട്ട് ഡെസിമൽ ഇടാം. അപ്പോൾ ആൻസർ എന്ത് വരും? 5.4. ബാലൻസ് എന്തുണ്ട് ഇവിടെ? ഇൻറ്റു 10 raised to 6 ഉണ്ട്. സോ ആൻസർ ഈസ് 5.4 ഇൻറ്റു 10 raised to 6. നമുക്കിവിടെ എടുത്ത് എഴുതാം 5.4 ഇൻറ്റു 10 raised to
6. അതുപോലെ ഇവിടെ അടുത്ത് എഴുതാം. Therefore 1.2 kilogram of sugar contains 5.4 into 10 raised to 6 sugar crystals. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി നെക്സ്റ്റ് ക്ലാസ് കാണാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.